എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ലഭിക്കാത്തവർക്ക് വേണ്ടിയിട്ടും ജോലി സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് പരീക്ഷ എഴുതുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരും പിന്നെ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരും ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പം അതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ നല്ല ഭക്തിയോട് കൂടെ തന്നെ നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് കമൻ്റായിട്ടിടുക. മറ്റുള്ളവരിലേക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ജോലി ലഭിക്കാത്തവരുണ്ടെങ്കിലും ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ വിദേശത്ത് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ അത്തരം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അതീവ ഭക്തിയോട് കൂടെ തന്നെ പങ്കെടുക്കുന്നതും അതീവ ശക്തിയോട് കൂടിയുള്ള പ്രാർത്ഥനയാണ്. ഇത് മാതാവിൽ നിന്ന് ലഭിച്ച പ്രത്യേക പ്രാർത്ഥനയും കൂടെയാണ്. അപ്പോൾ അതിൻ്റേതായ ഭക്തിയോട് കൂടി തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴുവനായിട്ട് പങ്കെടുക്കാം. തീർച്ചയായിട്ടും മാതാവ് നിങ്ങളുടെ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതായിരിക്കും. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, ജോലി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുകളോടുകൂടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവരേത് ജോലിയിലേക്ക് ആണോ അവർ പ്രവേശിക്കാൻ നോക്കുന്നത് ആ ജോലിയിൽ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ജോലി ചെയ്യുവാനും അതോടൊപ്പം ജോലി ലഭിക്കുവാനും ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ആ എക്സാം എല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് അവർക്ക് എഴുതുവാനും അവർക്ക് പാസ്സാകുവാനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുക്കുവാനും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് വിദേശത്ത് പോകുവാനും അമ്മേ മാതാവേ ഇവരെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മയുടെ മുന്നിലേക്ക് ഇവരെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ഏത് തരത്തിലുള്ള തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ ജോലി ലഭിക്കുവാനുള്ള ആ തടസ്സങ്ങളെല്ലാം തന്നെ അമ്മ എടുത്തു നീക്കണമേ. ഇവർ പൂർണ്ണമായിട്ടും അമ്മയുടെ മുന്നിലൂടെ തന്നെ അമ്മേ മാതാവ് അമ്മ നയിക്കണമേ. എപ്പോഴും അമ്മ കൂടെ തന്നെ ഉണ്ടാവണമേ. അമ്മേ മാതാവ് ഇവരെ ഓരോരുത്തരെയും ഞാൻ എണ്ണി അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഇവർക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ എക്സാം പാസ്സാവുകയാണെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ വിദേശത്ത് പോവുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ് അവർ വിസ റെഡിയാത്തവരാണ് അവരുടെ ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ അമ്മേ മാതാവേ, ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ എല്ലാം തന്നെ അമ്മയുടെ പ്രത്യേക ഇടപെടൽ മൂലം നടത്തുന്ന പ്രാർത്ഥനകളാണ്. അമ്മേ മാതാവേ, ഇവരെ അമ്മ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ നടക്കുകയാണെങ്കിൽ അമ്മേ മാതാവേ, ഇവർ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ആവശ്യങ്ങൾ കമൻ്റായിടുകയും നന്ദി പറയുന്നത് കമൻ്റായിട്ടിടുകയും ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നു. അമ്മേ മാതാവേ, ഇവരെ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ ഇവരെ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, ഇവരെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുവാനായിട്ട് ഇവരെ അനുവദിക്കരുത്. ഇവരുടെ വാക്കുകളും ഇവരുടെ പ്രവൃത്തികളും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ കാൽപാദത്തിലേക്ക് വീണുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ അമ്മയോട് യാചിക്കുകയാണ്. അമ്മേ മാതാവേ, നടത്തി തരണമേ. അമ്മേ മാതാവേ, ഒരു തരത്തിലുള്ള പൈശാചികപരമായിട്ടുള്ള ചിന്തകളോ പൈശാചികപരമായിട്ടുള്ള ഇടപെടലോ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഇവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നല്ല ജോലി എടുത്തുകൊണ്ട് നല്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടെയുള്ള ആ ഒരു ജോലി അവർക്ക് കൊടുക്കണമേ. അങ്ങനെ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമേ. അമ്മേ മാതാവേ, ഇവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറണമേ. കുടുംബത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുവാനായിട്ട് ഇവരെ അനുവദിക്കരുത്. ഇവരുടെ ഫാമിലി അതുപോലെ തന്നെ അവരുടെ മുന്നോട്ടുണ്ടാകുന്ന അംഗങ്ങൾ ഇവരെല്ലാവരും തന്നെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ആ ഒരു ഇടപെടൽ എപ്പോഴും ഉണ്ടാവണമേ. അവർ യാത്ര ചെയ്യുന്ന വേളകളിൽ അവർക്ക് ഒരു ആപത്തും കൂടാതെ അമ്മ അവരെ കാത്തുകൊള്ളണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ ഒന്നുകൂടെ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മ ഈ അത്ഭുതം നടത്തും എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഓരോരുത്തരെയായിട്ട് അമ്മയുടെ പക്കലേക്ക് ഞാൻ വീണ്ടും സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. ഒരു ബുദ്ധിമുട്ടുകളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ജോലി സമയത്തോ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്തോ ഒരു രീതിയിലുള്ള പൈശാചികപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. അമ്മേ മാതാവേ, ഇപ്പോൾ തന്നെ അമ്മ ഇവരുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തണമേ. അമ്മേ
മാതാവേ, അമ്മ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. അമ്മേ മാതാവേ, ഇവരുടെ ആരോഗ്യം നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുവാൻ അമ്മ ഇവരെ ഇടയാക്കണമേ. ഒരു എക്സാമിനും ഒരു ഇൻ്റർവ്യൂവിനും ഇവർ തോൽക്കാതിരിക്കട്ടെ. ഇവർ നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ട് ജോലി സ്ഥലങ്ങളിൽ ഉന്നതയിലേക്ക് പോകുവാനായിട്ട് അമ്മേ മാതാവേ, ഇവരുടെ ജീവിതത്തിൽ അമ്മ ഇടപെടൽ നടത്തണമേ. അമ്മ ഇടപെടൽ നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി അമ്മേ മാതാവേ, അമ്മയുടെ പക്കലേക്ക് ഒന്നുകൂടി ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, ഇവരെ കാത്തുകൊള്ളണമേ. ഓരോരുത്തരെയും അമ്മേ മാതാവേ, അമ്മ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിസകൾ അതെല്ലാം പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ഇവരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരെയും കൂടെ അമ്മ ഈ പ്രാർത്ഥനയിലൂടെ അമ്മ കാത്തുകൊള്ളണമേ. എല്ലാവരും മാതാവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കൃപാസന മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും വിശ്വസിക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. മാതാവ് കൂടെയുണ്ട്.